ഹലോ ഗൈസ്, ഞാൻ ആരാണെന്ന് നിങ്ങൾക്കറിയുമോയെന്ന് എനിക്കറിയില്ല. പക്ഷെ ദിസ് ഈസ് മൈ ഡോഗ് അർജുൻ. ആള് കുറച്ച് നാണക്കാരനൊക്കെയാണ്. പിന്നെ ഞാൻ വന്നിരിക്കുന്നത് ഇവനെ കുറിച്ച് പറയാനല്ല, എന്നെ കുറിച്ച് പറയാനാണ്. ഒരു ഡേ ഇൻ മൈ ലൈഫ്. അതിന് ഞാൻ ഏതാലേ വഴിയെ പറയാം. ഇന്ന് എൻ്റെ അർജുൻ കുറച്ച് വിഷമത്തിലാണ്. കാരണം ഞാൻ തിരിച്ച് ഹോസ്റ്റലിൽ പോവാണ്. അങ്ങനെ ബാഗൊക്കെ പാക്ക് ചെയ്ത് പോവാനായിട്ട് റെഡി ആയപ്പോഴാണ് എന്നെ യാത്ര അയക്കാൻ മഴയെ കൂടെ വന്നു. അങ്ങനെ കുറച്ചു നേരം മഴയൊക്കെ അങ്ങ് നോക്കിയെന്ന് ഞാനും ഏട്ടനും അങ്ങ് ഇറങ്ങി. എൻ്റെ കോളേജ് കോഴിക്കോടാണ്. അപ്പോൾ ഞാൻ ട്രെയിനിലാണ് പോകുന്നത്. റെയിൽവേ സ്റ്റേഷൻ വരെ ചേട്ടൻ കൊണ്ടാക്കണം. അങ്ങനെ മഴ തോർന്ന തക്കത്തിന് ഞങ്ങൾ രണ്ടുപേരും അങ്ങ് ഇറങ്ങി. അങ്ങനെ കുറച്ച് നീണ്ട യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ പാലക്കാട് ഒലവക്കോട് റെയിൽവേ സ്റ്റേഷനിലെത്തി. അപ്പോൾ ഇതാണ് കേട്ടോ പാലക്കാട് ഒലവക്കോട് റെയിൽവേ സ്റ്റേഷൻ. ആ തുമ്പത്തൊരു കൊടിയൊക്കെ ഉണ്ടായിരുന്നേ കാണാനില്ല, മഴ ആയതുകൊണ്ട് അഴിച്ചു വെച്ചേക്കായിരിക്കും. അങ്ങനെ ടിക്കറ്റൊക്കെ എടുത്ത് പ്ലാറ്റ്ഫോം നമ്പർ 3 ട്രെയിൻ വരിക എന്ന് പറഞ്ഞ് നമ്മൾ അങ്ങോട്ട് ചെന്ന് അവിടെ ഇരുന്ന് കുറേ നേരം കാത്തിരുന്ന അവസാനം ഏതോ ഒരു ട്രെയിൻ വന്നു ഗൈസ്. പക്ഷെ അപ്പുറത്തെ പ്ലാറ്റ്ഫോമിലാണ് ഗൈസ് ട്രെയിൻ വന്നത്. പക്ഷെ അധികം വൈകാതെ നമ്മുടെ ട്രെയിൻ എത്തി. കാണുന്നതാണ് നമ്മുടെ ട്രെയിൻ. കുറച്ചധികം തിരക്കുണ്ടായിരുന്നു. ഞാൻ പിന്നെ ജനറൽ ടിക്കറ്റാണ് എടുത്തത്. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പോയി കയറിയേ. പെട്ടെന്ന് കയറിയതുകൊണ്ട് എനിക്ക് വിൻഡോ സീറ്റ് തന്നെ കിട്ടി. അങ്ങനെ വിൻഡോ സീറ്റ് കിട്ടിയതുകൊണ്ട് ഞാൻ ഉറങ്ങാൻ പോവാണ് ഗൈസ്. യാത്ര ചെയ്യുമ്പോൾ എന്നെ പോലെ ആരെങ്കിലും ഉറങ്ങുമെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. അങ്ങനെ ഒരു 3 മണിക്കൂറിന് ശേഷം നമ്മൾ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലെത്തി. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. കോഴിക്കോടിന് കയറാനും തിരക്കുണ്ടായിരുന്നു, കോഴിക്കോട് ഇറങ്ങാനും നല്ല തിരക്കുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ട്രെയിൻ ഇറങ്ങി. അടുത്ത് നമ്മൾ ബസ്സിലാണ് പോകുന്നത്. പിന്നെ എവിടെ ചെന്നാലും കാത്തു വെക്കുന്ന ശീലമുള്ളതുകൊണ്ട് ബസ്സിന് വേണ്ടി കുറച്ച് നേരം കാത്തിരുന്ന് നമ്മുടെ ബസ് വന്നു. ബസ്സിലും വിൻഡോ സീറ്റ് തന്നെ കിട്ടി. അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഞാൻ കുറച്ചധികം ടയേർഡായി. പനിയൊക്കെ പിടിച്ചിട്ടാണ് വീട്ടിൽ പോയത്. പനി മാറിയില്ല മൊത്തത്തിൽ. എന്നാലും ഞാൻ തിരിച്ച് ഹോസ്റ്റലിലോട്ട് പോവാണ്. അങ്ങനെ ടിക്കറ്റൊക്കെ എടുത്ത് കാഴ്ചയൊക്കെ കണ്ട് ഇങ്ങനെ മഴയൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോഴേക്കും നമ്മൾ സ്റ്റോപ്പായി. അത്യാവശ്യം നല്ല തിരക്കുമായി ബസ്സിൽ. അങ്ങനെ ആ തിരക്ക് കൂടെ കുത്തിപ്പിടിച്ച് ഞാൻ എങ്ങനെയൊക്കെ ഇറങ്ങി. അങ്ങനെ നമ്മുടെ സ്ഥലത്തെത്തി. കാരപ്പറമ്പ്, കോഴിക്കോട് കാരപ്പറമ്പിലാണ് എൻ്റെ ഹോസ്റ്റല്. കോളേജ് അവിടെ തന്നെയാണ്. അപ്പോൾ എല്ലാവർക്കും ബൈ ഗൈസ്.